വീണ്ടും നമ്മൾ വേദിയിലേക്ക് ആദരിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. വേദിയിൽ ശ്രീ മുൻഷി രഞ്ജിത്ത്, അദ്ദേഹത്തിനെ ആദരിക്കുകയാണ് നമ്മൾ വേദിയിൽ അടുത്തതായി ചെയ്യുന്നത്. ശ്രീ മുൻഷി രഞ്ജിത്തിനെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനെ ആദരിക്കുന്നത് വൈസ് ചെയർമാനും ടോണി ചെയർമാനും ശ്രീ ഉന്മേഷ് ശിവരാമനും, ഇവര് 3 പേരും ചേർന്നിട്ടാണ് ശ്രീ മുൻഷി രഞ്ജിത്ത്. മലയാള ടെലിവിഷൻ ചരിത്രത്തിന്റെ ഭാഗമായ മുൻഷി എന്ന ടെലി കാർട്ടൂൺ സംപ്രേഷണം ആരംഭിച്ചിട്ട് 24 വർഷങ്ങൾ കഴിയുന്നു. മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയും ഒരു പറ്റം പ്രതിഭകളായ അഭിനേതാക്കളെയുമാണ് ഏഷ്യാനെറ്റ് മുൻഷിയിലൂടെ നമുക്ക് സമ്മാനിച്ചത്. CR രഞ്ജിത്ത് എന്ന തന്റെ പേരിനൊപ്പം മുൻഷി എന്നുകൂടി ചാർത്തപ്പെട്ട് ഇന്ന് ടെലിവിഷനിലും സിനിമകളിലും സജീവമായി നിൽക്കുന്ന കലാകാരനാണ് മുൻഷി രഞ്ജിത്ത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ പോലും പ്രശംസയ്ക്ക് പാത്രമായ കൈരളി TV താരോത്സവത്തിലെ ഒറ്റയാൾ പ്രകടനത്തിലൂടെ താനൊരു മികച്ച അഭിനേതാവാണെന്ന് തെളിയിച്ച ഇദ്ദേഹം ഇന്ന് നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ തന്റെ അഭിനയ പാടവം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സംശയലേശമന്യേ തന്നെ നമുക്ക് പറയാം, ഇനിയും നിരവധി കഥാപാത്രങ്ങളുടെ ഭാഗവാഹാദികൾ പേറാൻ ശേഷിയുള്ള അതുല്യ കലാകാരനാണ് മുൻഷിയിലെ ബാർബർ ഭാഗ്യമായി അഭിനയം തുടങ്ങിയ മുൻഷി രഞ്ജിത്ത്. ഇദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം. AM ന്യൂസ് നെറ്റ്വർക്കിന് എല്ലാ ആശംസകളും നേരുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഒപ്പം എനിക്ക് ഈ മെമന്റോ സമ്മാനിച്ച 2 പേരെ കുറിച്ചൊന്നും പറയാൻ, ഞാൻ ശൂശു എന്ന് വിളിക്കുന്നതായിട്ട് കൂടുതൽ പറയില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചാണോ എന്നറിയാൻ നോക്കിയതാണ്. കുഴപ്പമില്ല. ഒന്ന് ബൈജു കൊട്ടാരക്കര, അദ്ദേഹം നമുക്കറിയാം ന്യൂസ് റൂമിൽ ഇരുന്ന് ഗർജിക്കുന്ന സിംഹം, വാർത്താ ചർച്ചകളിലെ ഗർജിക്കുന്ന സിംഹം, സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് എതിർ നിലപാടുകളെ ഒരു വ്യാഘ്രത്തെ പോലെ വലിച്ചു കീറുന്ന ബൈജു കൊട്ടാരക്കര. ഇവിടെ ഇടയ്ക്ക് ബൈജു സന്തോഷം എന്ന് പറഞ്ഞു, നമ്മുടെ പൊടിയം കൊച്ചാട്ടൻ പിള്ളേരുടെ കാര്യം പറഞ്ഞ ബൈജു സന്തോഷം, ബൈജു കൊട്ടാരക്കര ചേട്ടൻ. ചേട്ടാ, വാർത്തയിലെ സത്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചേട്ടൻ ചോദിച്ചു. ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. വാർത്തയിൽ സത്യം കണ്ടുപിടിക്കാം, അത് ദേശാഭിമാനിക്കും മനോരമയ്ക്കും ഇടയിലുള്ള എവിടെയോ ആണ് വാർത്തയിലെ സത്യം. ഞാൻ കണ്ടുപിടിച്ചതാണ്. പിന്നെ അടുത്തത് ടോണിച്ചേട്ടനാണ്. മമ്മൂട്ടിക്ക് മുമ്പേ അഭിനയം തുടങ്ങി, എന്നാൽ ദുൽഖർ സൽമാനേക്കാളും ചെറിയ പ്രായം പോലെ നിൽക്കുന്ന ടോണിച്ചേട്ടൻ. ഈ സീരിയൽ ഇപ്പോ എന്താണ്, എൻഡോസൾഫാൻ അല്ലേ, സീരിയൽ എൻഡോസൾഫാൻ ആണ്, അതല്ല അത് സയനൈഡാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ അഭിനയിക്കുന്ന ഒരു സീരിയലിനെ കുറിച്ച് മാത്രം ഒരു 30 സെക്കൻഡ് പറയാം. ഞാനിപ്പോ അഭിനയിക്കുന്ന ഒരു സീരിയൽ, അതിൽ നായിക സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവൾ ജനിച്ചത് അവളുടെ അച്ഛന് ഒരു വിവാഹം ഉറപ്പിച്ചിരിക്കെ അവിഹിതമായി മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായതാണ് ഈ നായിക. നായകൻ ഭാര്യയുമായിട്ട് താമസിക്കുന്നു. നായകന്റെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ നായികയുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹ ദിവസം വിവാഹം നിശ്ചയിച്ച പയ്യൻ ഈ നായകന്റെ ഭാര്യയുമായിട്ട് ഒളിച്ചോടിപ്പോയി. ഇത് ഈ നായികക്കുട്ടി കാരണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അവളെ ബലമായിട്ട് ഈ നായകൻ വിവാഹം കഴിക്കുന്നു. എന്നിട്ട് ഇത് നിനക്ക് തന്ന താലിമാലയല്ല, മറിച്ച് ചങ്ങലയാണെന്ന് പറഞ്ഞ് അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഇതാണ് സീരിയലിന്റെ കഥ. സീരിയലിന്റെ പേര് വാത്സല്യം. ഞാൻ ഈ സീരിയലിൽ എവിടെയും വാത്സല്യം ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ പുറത്തിറങ്ങി ആരെങ്കിലുമൊക്കെ സെൽഫി എടുക്കുന്ന കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം മാത്രം അവിടെ ഞാൻ വാത്സല്യം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സീരിയൽ കാണണമെന്ന് ഞാൻ പറയത്തില്ല. ഒരുവിധം മുതിർന്നവർ മാത്രം സീരിയൽ കാണുക. കൊച്ചുകുട്ടികൾ, പ്രത്യേകിച്ചും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു പോകാനായിട്ടൊന്നും മടിക്കും. അതുകൊണ്ട് സീരിയൽ കാണാതിരിക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും ഒരു 45 വയസ്സ് 50 വയസ്സൊക്കെ ആയിട്ട് സീരിയൽ കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്നെ എൻ്റെ അമ്മ ചേട്ടാ എന്ന് മകനെ എന്ന് വിളിച്ചുള്ളതിനേക്കാളും വളരെ വാത്സല്യത്തോടെ മകനെ എന്ന് വിളിച്ചിട്ടുള്ളവരുണ്ട്. എന്റെ സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ടുള്ളതിനേക്കാളും വാത്സല്യത്തോടെ ചേട്ടാ എന്ന് വിളിച്ചിട്ടുള്ളവരുണ്ട്. അതൊക്കെ എന്റെ ഈ സീരിയലും ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു മറുവശവും ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. താങ്ക് യു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കേട്ടല്ലോ. എന്ത് സർപ്രൈസ്? മധുചേട്ടൻ പറഞ്ഞു, മധുപുന്നപ്ര ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന ഞാൻ പറയാം. ഈ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന കലാകാരന് നമുക്കൊരു മുൻഷി സീരിയൽ തുടങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു ടെലിസ്ട്രിപ്പ് തുടങ്ങുന്ന കാലഘട്ടം പോലും അറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് മറ്റൊരു മുഖമുണ്ടെന്ന് അറിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമാണ്. അത് മറ്റൊന്നുമല്ല, ഒത്തിരി പാവങ്ങളെ മനസ്സുകൊണ്ടും ഒത്തിരി സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കാൻ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്നപ്പോഴാണ്, ഞാൻ ഈ സൈഡിൽ നിന്നപ്പോൾ
ബെയ്ലി എന്ന് പറയുന്ന ഒരു ലേഡിയും അവരുടെ കുടുംബാംഗങ്ങളും വന്നൊരു കഥ കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അവരവിടെ നിൽപ്പുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ മിത്രം രമ്യയോട് ഞാനൊന്ന് പേഴ്സണലായിട്ട് സൂചിപ്പിച്ചൊരു സർപ്രൈസ്. ബെയ്ലി കുടുംബം ഇവിടെ ഉണ്ടോ? പെട്ടെന്നൊന്ന് വന്നിട്ട് ഒറ്റ മിനിറ്റ് ഓടി വരൂ. ഈ കഥ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ടൊന്ന് കേൾക്കാം. എന്താണ് ഈ മുൻഷി എന്ന് പറയുന്ന ആള് എന്ന് നിങ്ങൾക്ക് ഈ കുടുംബത്തിലൂടെ അറിയാം. ഒന്ന് ഒറ്റ വാക്കെന്ന് പറഞ്ഞേക്കൂ. എന്തായിരുന്നു അതിന്റെ കഥ? എന്താണ് കാരണം? കഥ ഞാനും രഞ്ജിത്തേട്ടനും കൂടെ ഇപ്പോൾ ഒരു 4-5 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ രഞ്ജിത്തേട്ടനോട് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രഞ്ജിത്തേട്ടന് ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ എല്ലാം അറിയാം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല. അവിടെ ഉരുള് പൊട്ടുന്നതും മണ്ണിടിയുന്നതും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് വയ്യാത്തൊരു മോളുണ്ട്. 3 പിള്ളേരാണുള്ളത്. മൂത്ത മോളൊക്കെ കണ്ണ് കാണത്തില്ല, നടക്കില്ല, വർത്തമാനം പറയില്ല, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണ്ട. 20 വയസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സേഫ് അല്ലാത്തൊരു വീടാണുള്ളത്. അവിടെ വീടുണ്ട്, പക്ഷേ എങ്കിൽ സ്ഥലം സേഫ് അല്ല. അപ്പോൾ രഞ്ജിത്തേട്ടൻ ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് സ്ഥലം മേടിച്ചു ഒന്ന് വീട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രഞ്ജിത്തേട്ടൻ എവിടെ ചെന്നാലും ഞങ്ങളുടെ കാര്യം, അതിപ്പം ഗൾഫിൽ ചെന്നാലും അവരുടെ ആത്മാസംഘടനയിൽ ചെന്നാലും അവരൊക്കെ അവിടുത്തെ ചേച്ചിയൊക്കെ എന്നെ വിളിക്കും. രഞ്ജിത്തേട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ ഒത്തിരി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എവിടുന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് രഞ്ജിത്തേട്ടൻ എനിക്ക് മേടിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ദൈവതുല്യനായിട്ട് കാണും. അന്ന് 5 വർഷം മുന്നേ തുടങ്ങിയ ഒരു ഗുഡ് മോർണിംഗ് ഇതുവരെ ഞങ്ങൾ മുടക്കിയിട്ടില്ല. അതിന് എൻ്റെ ഫോണുള്ളിടത്തോളം കാലം, എനിക്ക് ഫോണുള്ളിടത്തോളം കാലം ഞാനത് രഞ്ജിത്തേട്ടന് കൊടുക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അത്രയും നല്ലൊരു മനുഷ്യനെ ഞങ്ങൾക്ക് ദൈവം തന്നു. അത്രയും ദൈവത്തിന് നന്ദി. രഞ്ജിത്തേട്ടന് ഒരിക്കൽ കൂടി നന്ദി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെയ്ലി അവിടെ വന്ന് ഇന്ന് എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മുൻഷി രഞ്ജിത്ത് ഇവിടെ വരുന്നു എന്നറിഞ്ഞ് അവരിത് കേട്ടറിഞ്ഞ് വന്നതാണ്. നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയകളിലൊക്കെ ചെറിയ എന്തെങ്കിലും നമ്മൾ പോലും അറിയാതൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടി ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും അല്ല, ചിലരൊക്കെ ശ്രമിക്കും. പക്ഷേ ആ ഹൃദയത്തിലെ, ഈ ശരീരത്തിലെ നല്ല മനസ്സ് പലപ്പോഴും പലരും കാണാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ട മുൻഷി രഞ്ജിത്തിന് AM നെറ്റ്വർക്കിന്റെ പ്രിയപ്പെട്ട അജീഷ് മുതു എന്നുള്ള പേരുള്ള നന്ദി അറിയിക്കുന്നു. ഒരു നല്ല കയ്യിൽ കൊടുക്കുക എല്ലാവർക്കും ചേർന്ന്. താങ്ക് യു. ഇതൊരു നല്ല കാര്യമായിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്, നേരിട്ട് കാണുന്നത് ഇന്നാണ്. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില നല്ല മുഹൂർത്തങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു.